ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അബി ആണെങ്കിൽ അനഘീനെ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നവ്യയെടുത്ത് ചോദിക്കുകയാണ്. നവ്യ പറയണ്ട്, ഞാൻ എന്ത് ചെയ്യാനായിട്ടാടാ, അവളിവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം എനിക്കാണുള്ളത്. ഹോ, ഈ ഒരു സാധനമാണ് VIP ആയിട്ട് ഇന്ന് വരാൻ പോണെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു നന്ദുവോ അമ്മയോ അച്ഛനോ ആരെങ്കിലും ആയിരിക്കുമെന്ന്. ഹോ, അവരാണെങ്കിൽ ഇത്രയും പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് അഭി പറയണ്ട്. അപ്പൊ അനഘയുടെ കാര്യത്തിൽ എന്തൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണോടാ എന്ന് പറയുമ്പോൾ അതെ, ആദ്യം അവളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. അതിന് കഴിഞ്ഞിട്ട് മതി ചന്തുമോളുടെ കാര്യത്തില്. അനഘേനെ മിക്കവാറും ഇവിടെ കൊണ്ടുവന്നതേ എന്തോ ഒരു പ്ലാനോട് കൂടി ആദർശേട്ടൻ എന്നെ നിന്നെയൊക്കെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ വേണ്ടി എന്തോ വലിയ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, അച്ഛനൊന്ന് പോയി കാണട്ടെ. അച്ഛന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും ഒരു തലച്ചോറിന് ബുദ്ധി ഉദിക്കായിരിക്കും. ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് ഇറങ്ങാണ്. ശേഷം നവ്യ എടുത്ത് പറയുന്നത്, നോക്ക്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അമ്മ എൻ്റെ പുറകെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അച്ഛനെ കാണുന്ന കാര്യമൊക്കെ അമ്മയ്ക്ക് ഇപ്പൊ ഏറെക്കുറെ മനസ്സിലായ കാര്യമാണല്ലോ. അതുകൊണ്ട് എന്നെ ഫോളോ ചെയ്തിട്ട് അമ്മ തീർച്ചയായിട്ടും എൻ്റെ പുറകെ വരും. പക്ഷെ അതിന് നീ സമ്മതിക്കരുത്. അമ്മനെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തിയേ പറ്റൂ. എടാ, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ട് അച്ഛനെ കണ്ടിട്ട് വാടാ എന്ന് പറയാണ് നവ്യ. അങ്ങനെ നാഗേന്ദ്രനെ കാണാൻ വേണ്ടി അഭി പോകുന്നുണ്ട്. നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, എടാ, നീ നാഗേന്ദ്രനായിട്ട് ആരായിട്ട് എന്ത് പ്ലാൻ വേണമെങ്കിലും തയ്യാറാക്കിക്കോ. പക്ഷേ നവ്യയുടെ ശരീരത്തിൽ ഒരു തരി ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താൻ അനഘേനെ രക്ഷിച്ചിരിക്കും. നിന്റെ നിഴൽ പോലും അനഘയുടെ മേത്ത് വീഴാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ലട വൃത്തികെട്ടവനെ. ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിയും അമ്മേ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അകത്തേക്ക് പോവാട്ടോ. ജനത് ചോദിക്കണ്ടേ, എടി അബി എവിടേക്കാടി പോയത്? അതെനിക്കെങ്ങനെ അറിയാം, നിങ്ങളുടെ മോനല്ലേ, നിങ്ങക്ക് ചോദിച്ചൂടായിരുന്നോ? ഞാൻ ചോദിച്ച അവൻ എപ്പോഴെങ്കിലും സത്യം പറയോ? വളർത്തുകൂണം. എന്തായാലും നിങ്ങൾ സമ്മതിച്ചല്ലോ, വായ തുറന്നാൽ സത്യം പറയില്ലെന്ന്. അവൻ കാണാൻ പോയത് അവന്റെ അച്ഛനെങ്ങാനും ആണോടി? എനിക്കറിയില്ല അവന്റെ അച്ഛനെയാണോ ആരെയാണ് കാണാൻ പോയെന്ന്. നിങ്ങൾക്ക് അത്രയ്ക്ക് വലുതുണ്ടെങ്കിലേ തൊട്ടു പിന്നാലെ പോ, അപ്പം മനസ്സിലാവുമല്ലോ മോൻ ആരെ കാണാൻ പോയെന്ന്. എനിക്ക് പോണോന്നുണ്ട്, പക്ഷെ അവനെങ്ങനെ നാഗേന്ദ്രനെയാണ് കാണാൻ പോയെങ്കിലേ എനിക്കറിയാം അവനിനി എന്താ ചെയ്യേണ്ടത്. മുട്ടുകാൽ തല്ലി ഒടിക്കും ഞാൻ. അത് നന്നായി. ചെറുപ്പത്തിൽ തല്ലി വളർത്താത്തതിന്റെ ദോഷമാണ്. വളർത്തേണ്ടവരെ തല്ലി തന്നെ വളർത്തണം. ഉപദേശിക്കേണ്ടവരെ ഉപദേശിച്ച് വളർത്തണം. ഇതൊക്കെ പറഞ്ഞെന്ന ആളെ കണ്ടില്ലേ, ഉപദേശിക്കാൻ പറ്റിയ ആള്. എടി, നിന്റെ അമ്മ കനക നിങ്ങളെ വളർത്തിയതേ പണക്കാരനായിട്ടുള്ള ആമ്പിള്ളേരെ പ്രണയിച്ച് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേടി അവള് ചെറുപ്പം മുതൽ നിങ്ങളെ പഠിപ്പിച്ചത്. എന്തായാലും 3 പെൺമക്കളും അവള് പറഞ്ഞ പോലെ തന്നെ അനുസരിച്ചു. 2 ഇവിടെ തന്നെ ഏറ്റവും വലിയ അനന്തപുരി തറവാട്ടിലേക്കല്ലേ വന്നിരിക്കുന്നത്. ഇപ്പതേ 3ാമത്തോളം കേറ്റാനുള്ള പുറപ്പാടില്ല നിന്റെ അനിയത്തി. എന്തായാലും നിന്റെ അമ്മ അങ്ങനെയൊക്കെ പഠിപ്പിച്ചതിനേക്കാളും നല്ലതായിട്ട് ഞാനാ എൻ്റെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനെ പണച്ചാക്കിനെ കണ്ട് കൊതിച്ച് അവരെ പ്രണയിച്ച് ചതിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണോ? ശരി, ആയിക്കോട്ടെ, നിങ്ങളെ തർക്കിക്കാനേ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവാണ്. നാഗേന്ദ്രന്റെ അഭി കാണുന്നുണ്ട്. അച്ഛാ, കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലായി. എന്താടാ മോനെ, എന്താ കാര്യം? നീ ഇവിടെ വന്ന കാര്യം നിന്റെ അമ്മ അറിഞ്ഞായിരുന്നോ? അമ്മ അറിഞ്ഞാലും എനിക്കിനി വല്ല പ്രശ്നമൊന്നും ഇല്ല അച്ഛാ. അമ്മ അറിഞ്ഞാൽ എന്നെ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് പുറത്താക്കും അല്ലേ? പുറത്താക്കുകയാണെങ്കിൽ ഞാനും നവ്യ മോനും കൂടി അച്ഛൻ്റെ അടുത്തേക്ക് വരും. അതെനിക്ക് സന്തോഷമുള്ള കാര്യമാടാ. പക്ഷെ അനന്തപുരി തറവാട് ഇതേ പ്രൗഢിയോടെ നിൽക്കാൻ എനിക്ക് പാടില്ല. നീ അത് രണ്ട് കഷ്ണങ്ങളാക്കണം. അപ്പൊ എനിക്ക് കുറച്ചുകൂടി സന്തോഷവും. അച്ഛാ, അതിനെ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്ര അപമാനം ഉണ്ടായിട്ടും അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ വേറൊരു വലിയ പ്രശ്നമാണ് അച്ഛാ വന്നിരിക്കുന്നത്. എന്താ? ആ നയനയുണ്ടല്ലോ, അവളും ആ ആദർശ് എന്ന് പറഞ്ഞവനും കൂടി പോയിട്ടേ അനഘേനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അനഘേനെ തറവാട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന അതേന്നേ. അവൾക്കാണെങ്കിൽ ഒടുക്കത്തെ ഇമ്പ്രൂവ്മെന്റ് ആണെച്ചാ. അവൾക്കിപ്പോ തനിയെ നടക്കാൻ പറ്റുന്നുണ്ട്. ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അവളുടെ കൂടെ നിന്റെ കുഞ്ഞും വന്നിട്ടുണ്ടോ? ചന്തുമോള്, അങ്ങനെയല്ല കുട്ടിയുടെ പേര്? അതെ, ചാന്ദിനി. ചന്തുമോൾ എന്ന് വിളിക്കും. ആ കുഞ്ഞിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അച്ഛൻ, ഞാനിപ്പോ അത് പറയാനല്ലേ വന്നത്. അനഘ അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ് അച്ഛാ. അവളെയും ആ കുഞ്ഞിനെയും ഇല്ലാതാക്കിയേ പറ്റും. എടാ, നീ അനഘേനെ ഇല്ലാതാക്കിക്കോ, കുഞ്ഞിനൊന്നും ചെയ്യരുത്. കാരണം നിനക്ക് 2 മക്കളാണ്. അനന്ത പത്മനാഭനെ പോലെ തന്നെയാണ് ചാന്ദിനി എന്ന് പറഞ്ഞ നിന്റെ മകളും. അവർ 2 പേരും എന്റെ ചോരയാടാ. എനിക്ക് അവരൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അനഘ, നീ പറഞ്ഞ പോലെ അവളില്ലാതാക്കി എനിക്ക് ഒരു കുഴപ്പമില്ല. അച്ഛാ, അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? വല്ല കൊട്ടേഷൻ സംഘത്തിനെ ഏൽപ്പിച്ചാലോ? അതൊന്നും വേണ്ട. അനന്തപുരി പോലത്തെ ഒരു തറവാട്ടിലേക്ക് കൊട്ടേഷൻ സംഘത്തെയും ഗുണ്ടകളെയും അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ അവിടെ. ഒരു കാര്യം ചെയ്യാം, നീ തന്നെ വേണം അതിന് മുൻകൈ എടുക്കാൻ. ഞാനോ? എന്താടാ, നിനക്ക് പറ്റില്ലേ? അത് അവളൊരു റൂമിലാണ് അവരിട്ടിരിക്കുന്നത്. അതെ, അവിടെ രാത്രി ആകുമ്പോഴേക്കും എന്താണ് അവൾ കിടന്നുറങ്ങില്ലേ? എല്ലാവരും അവളുടെ അടുത്ത് രാത്രി ആകുമ്പോഴും രാവിലെ ആകുമ്പോഴും എപ്പോഴും 24 മണിക്കൂർ അവളുടെ കൂടെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അവളെ സഹായിക്കാൻ ആരെങ്കിലും അവിടെ ഉണ്ടോ? സഹായിക്കാൻ ഇതുവരെ ആളെന്ന് വെച്ചിട്ടില്ല.
അപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമാവും. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴേക്കും നീ അവളുടെ റൂമിലേക്ക് ചെല്ലണം. സംസാരിക്കാൻ സാധിക്കുന്നില്ലെന്നല്ലേ നീ പറഞ്ഞത്? അതെ, അപ്പൊ അത് നീ മുതലെടുത്തേ പറ്റൂ എന്ന് പറയാണ്. ശരി അച്ഛാ, എങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അഭി അവിടുന്ന് പോവാണ്. ശേഷം നവ്യടുത്ത് പറയണ്ടേ, നവ്യേ, അച്ഛൻ എനിക്ക് അടിപൊളി ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താടാ അച്ഛൻ നിനക്ക് പറഞ്ഞെന്ന ഐഡിയ? ആ, നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം വേണ്ടിയാണ് നവ്യെ ഞാൻ നിന്നോട് പറഞ്ഞത്. നീ പറ, എന്താ അച്ഛൻ നിന്നോട് പറഞ്ഞെന്ന ഐഡിയ? എടി നവ്യേ, ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ അവളുടെ റൂമിലേക്ക് പോകും, അനഘയുടെ റൂമിലേക്ക്. എന്നിട്ട് ഞാൻ അവളെ കൊല്ലും. എടാ, അതിന് നിനക്ക് സാധിക്കോ? സാധിക്കണോലോ, നമുക്കിവിടെ ജീവിച്ചല്ലേ പറ്റൂ നവ്യേ. ആ, അത് ശരിയാ. അല്ല, ഇവിടെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ, അതെ, ഒരു 11 മണിയാകുമ്പോഴേക്കും എല്ലാവരും പരസ്പരം എല്ലാവരും വരട്ടെ, അവരുടെ റൂമിൽ പോകുമല്ലോ. ഒരു മണിയാകുമ്പോൾ മതി. നീ എനിക്ക് സഹായിക്കണം. ഞാനെങ്ങനെ സഹായിക്കാനാ? എടി, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ തന്ന് സഹായിക്കണമെന്ന്. ശരിയടാ, ഞാനത് ചെയ്തോളാം എന്ന് നവ്യ പറയണം. ശേഷം അഭി അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നവ്യ വേഗം തന്നെ ആദർശിനെ മെസ്സേജ് അയക്കുകയാണ്. ഇന്ന് രാത്രി 1 മണിയാകുമ്പോഴേക്കും അനഘേനെ ഇല്ലാതാക്കാൻ വേണ്ടി അഭി അനഘയുടെ റൂമിലേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ശരി നവ്യ, നീ ഒന്നും കൂടി ടെൻഷൻ ആവണ്ട, അത് എന്താച്ചാ ഞാൻ ചെയ്തോളാം എന്ന് പറയണം. ആദർശ് ഈ കാര്യം മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറയണ്ട. ഇന്ന് രാത്രി അനഘേനെ ഇല്ലാതാക്കാൻ വേണ്ടി അഭി അനഘയുടെ റൂമിലേക്ക് കയറുന്നുണ്ട്. അവനിട്ടൊരു പണി കൊടുക്കണമല്ലോ മുത്തശ്ശൻ നമുക്ക്. അതെ, ഒരു പണിയല്ല, നല്ല ഒന്നൊന്നര പണിയായിരിക്കണം അത് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ആദർശ് പറയണ്ട്, അതെ, അഭി ഇവിടെ നിന്ന് വാലും ചുരുട്ടി ഓടുന്ന പണിയായിരിക്കണം. അവൻ എങ്ങനെയായിരിക്കും അനഘേന മിക്കവാറും തീർക്കാൻ വേണ്ടി വരാം. മിക്കവാറും അതിന്റെ തലോണെടുത്തിട്ട് മുഖത്ത് അമർത്തിയിട്ടായിരിക്കില്ലേ, അല്ലെങ്കിൽ വല്ല ഇഞ്ചക്ഷനോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും അവന്റെ അച്ഛന് കൊടുത്ത ഉപദേശങ്ങളായിരിക്കും. ഇന്ന് രാത്രി 1 മണിക്ക് അവൻ അത് അനഘയുടെ റൂമിലേക്ക് കയറട്ടെ. നല്ല ഇരുട്ടായിരിക്കും. അനഘയുടെ റൂമിലേക്ക് കയറി കഴിയുമ്പോഴേക്കും നമുക്ക് ലൈറ്റ് ഇടാം. ശേഷം അവൻ എന്ത് സാധനം കൊണ്ടാണ് അനഘേനെ ഉപദ്രവിക്കാൻ നോക്കിയത്, അത് അവനെ തന്നെ കുത്തിവെച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവൻ പൊതിയോ, എന്തെങ്കിലും തോക്കോ വാളോ കത്തിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമല്ലോ, അത് അവനിൽ തന്നെ പ്രയോഗിക്കണം. ശരി മുത്തശ്ശ, എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് ആദർശം പറയാണ്. എല്ലാവരും ഉറക്കം വരുന്ന പോലെ 11 മണിയാകുമ്പോഴേക്കും നല്ല ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്പരം റൂമിലേക്ക് പോകാട്ടോ. അഭിയാണെങ്കിൽ എല്ലാവരും ഇത് നേരത്തെ റൂമിലേക്ക് പോയി, കാര്യങ്ങളൊക്കെ എളുപ്പമായി. നവ്യേ, അപ്പോ കറക്റ്റ് 1 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് അനഘയുടെ റൂമിലേക്ക് പോകും. അവിടെ ലൈറ്റൊക്കെ ഓഫായിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അപ്പം തന്നെ എന്നെ വിവരം അറിയിക്കണം. ആ ശരി, നീ ഹോളിൽ നിന്നാ മതി. ആരെങ്കിലും എഴുന്നേക്കുന്നതോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നീ സിഗ്നൽ തരണം. ശരിടാ, നീ ധൈര്യമായിട്ട് റൂമിലേക്ക് കയറിക്കോ എന്ന് നവ്യം പറയണ്ട്. അഭി അങ്ങനെ പാത്ത് പമ്മി പമ്മി അനഘയുടെ റൂമിലേക്ക് കയറി വന്നിട്ട് പതുക്കെ നോക്കാട്ടോ അനഘ അവിടെ ഉണ്ടോന്ന്. അനഘ അവിടെ ഇല്ല, പക്ഷെ അവിടെ എല്ലാവരും ഉണ്ട്. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും അവിടെ ആരൊക്കെയുണ്ടോ എല്ലാവരും ഉണ്ട്. അപ്പം നശിക്കണം. അഭി നാണം കെട്ട് ചമ്മി പോവാണ് ചെയ്യുന്നത് കേട്ടോ. അഭി എന്തുകൊണ്ടിട്ടാണോ അനഘേനെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നത്, അത് തന്നെ നമ്മുടെ മുത്തശ്ശൻ അഭിയിൽ പ്രയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.